ചിരം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ നീ കാത്തുകൊള്ളണേ നിത്യവും. സ്നേഹരൂപ കൊളുത്തിടാമി സ്നേഹദീപം ചിരം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ നീ കാത്തുകൊള്ളണേ നിത്യവും. നന്മ പൂത്ത മനസ്സുമായി പൊന്നമ്മ നൽകിയ സ്നേഹമായി, നന്മ പൂത്ത മനസ്സുമായി പൊന്നമ്മ നൽകിയ സ്നേഹമായി മൺചെരാത് കൊളുത്തിടാം നന്മ ചെയ്യണേ മാനസേ. മൺചെരാത് കൊളുത്തിടാം നന്മ ചെയ്യണേ മാനസേ. സ്നേഹരൂപ കൊളുത്തിടാമി സ്നേഹദീപം ചിരം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ നീ കാത്തുകൊള്ളണേ നിത്യവും. കാത്തുകൊള്ളണേ നിത്യവും. കാത്തുകൊള്ളണേ നിത്യവും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. നമ്മുടെ കൂട്ടായ്മ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഗോപാലൻ ടി.K. അദ്ദേഹത്തെ നിറഞ്ഞ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം പരിചിതനായ നമ്മുടെ സ്വന്തം അർഷാദ് അലിയാണ്. മലയാള സിനിമാ രംഗത്ത് വളർന്നു വരുന്ന ആ കലാകാരനെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ഗോപിനാഥൻ മാഷ് തലമുറകൾ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ അദ്ദേഹത്തെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എട്രാക് ശ്രീമൂലനഗരം മേഖലാ സെക്രട്ടറി ശ്രീ വിനയൻ PS-നെ അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ രക്ഷാധികാരി ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിൽവി ബിജുവിനെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നാടിൻ്റെ അഭിമാനം സംസ്ഥാന തലം വരെ ശ്രദ്ധേയയായ പ്രിയപ്പെട്ട ഫർഹ കേരളോത്സവത്തിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കുന്ന ഫർഹയ്ക്ക് വിജയാശംസകൾ നേരുന്നതോടൊപ്പം യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാനദാനം നിർവഹിക്കാൻ എത്തിയിട്ടില്ല ആളിവിടെ. എട്രാക് ശ്രീമൂലനഗരം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VH ഉബൈദുള്ളയ്ക്ക് ഈ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന വനിതാ കൂട്ടായ്മ സെക്രട്ടറി സിന്ധു പ്രകാശനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന
യൂത്ത് കൂട്ടായ്മ സെക്രട്ടറി ശ്രീ അജ്മൽ MM ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് അസോസിയേഷൻ സെക്രട്ടറി സിമി ജോസഫ് പയ്യപ്പിള്ളിയെ സെക്രട്ടറിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ആഘോഷവേളയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരെയും അത് ആസ്വദിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തി ഏവർക്കും ഒരുമ റെസിഡൻ്റ് അസോസിയേഷൻ്റെ പുതുവത്സര ആശംസകൾ. ജാതിമത രാഷ്ട്രീയ ചിന്തകൾ മറന്ന് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി നമ്മളാൽ സാധ്യമായ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയ്ക്ക് ശക്തി നൽകുന്നത് നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളാണ്. നിങ്ങളുടെ സഹായ സഹകരണത്തോടെ മാത്രമേ ഭാവിയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ അസോസിയേഷന് സാധിക്കൂ. നാളിത് വരെ നിങ്ങൾ നൽകിയ എല്ലാ സഹായ സഹകരണങ്ങളുടെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ പുതുവത്സരാഘോഷം മനസ്സിൽ സന്തോഷവും നന്മയും നിറയ്ക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സിനിമാ താരം ശ്രീ അർഷാദ് അലിയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, അയാം കാതൽ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെ, അതിലൂടെ നമ്മുടെ ഈ കൊച്ചുനാടും അറിയപ്പെടട്ടെ എന്ന ആശംസകളോടെയും പ്രാർത്ഥനയോടെയും യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ടൈറ്റാണ് മൊത്തം. ഓപ്പറേറ്റർ ഇതാണേ. ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിൻ്റെ അസോസിയേഷൻ അംഗം എന്ന നിലയ്ക്ക് സ്റ്റേജിലിരിക്കുന്ന ആളുകളോട് വെറും ഒരു നമസ്കാരം മാത്രം പറഞ്ഞാൽ മതിയാവില്ല, അവരോട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് മൂന്നാമത്തെ ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷനിൽ ആദരിക്കപ്പെടുന്നൊരു മൂന്നാമത്തെ ഫംഗ്ഷനാണ്. 2016 ഇതിനു മുമ്പ് തൃശ്ശൂർ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമാ നടൻ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ സംബന്ധിച്ചപ്പോൾ ജീവിതത്തിലെ പല പശ്ചാത്തലത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോട്ടുള്ള കുറേ ആളുകളായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരുടെയും സ്വഭാവ രീതികൾ വ്യത്യാസമുണ്ട്, അവരുടെ സംസാര രീതികൾ വ്യത്യാസമുണ്ട്, ഭക്ഷണം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം ഒരു ഭാഗ്യമെല്ലാം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനിതിവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു നാട്ടിൻപുറമാണ്. വെറും ഒരു നാട്ടിൻപുറം എന്നല്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൻപുറമാണ്. ഈ വളർച്ചയുടെ ഒരു പടിയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരുമ എന്ന് പറയുന്ന ഈ അസോസിയേഷൻ. ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ തൊട്ടപ്പുറത്തൊരു പുഞ്ചിരി അസോസിയേഷൻ തുടങ്ങിയപ്പോൾ മനസ്സിലിങ്ങനെ തോന്നിയിരുന്നു നമ്മൾക്ക് എന്താണ് അവിടെ ഇങ്ങനെയൊന്നും വരാത്തതെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ
എട്ടരയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് നമുക്കൊരു അസോസിയേഷൻ തുടങ്ങാനുള്ള ഒരു അവസരം തന്നു. ഈ അവസരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമകളിൽ അഭിനയിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതിൻ്റെ പേരിലാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ഈ അവസരം എന്ന് പറയുന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവസരം കിട്ടിയാൽ നന്നായിട്ട് അഭിനയിക്കുന്ന, നന്നായിട്ട് പാടുന്ന, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന, നന്നായിട്ട് വരയ്ക്കുന്ന, ഇപ്പോൾ ഈ നാട് നന്നാക്കാനായിട്ട് നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും പറയാറുണ്ട്, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, ഇങ്ങനെ ചെയ്തേനെ. അതിലെല്ലാം അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു നാട് നന്നാക്കാനായിട്ട് ഒരാൾക്ക് അവസരം കിട്ടിയാൽ ചിലപ്പോൾ അയാൾ പ്രവർത്തിക്കുമായിരിക്കും, പക്ഷെ അയാൾക്ക് അവസരം കിട്ടുന്നില്ല. എട്ടരയ്ക്ക് നമുക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത് വളരെ വലിയൊരു അവസരമാണ്. എന്താണ് ഈ അവസരം എന്ന് പറയുന്നത്? നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ ഈ അസോസിയേഷനെ ശക്തിപ്പെടുത്താവുന്ന ഒരു അവസരമാണ് നമുക്ക് എട്ടരയ്ക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ഈ അസോസിയേഷൻ നമ്മൾ വൻ വിജയമാക്കണം. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഇവിടെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്ന ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്, അനിയത്തിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവർ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഈ എട്ടരയ്ക്ക് നമുക്ക് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ അസോസിയേഷൻ നമുക്കൊരു അവസരമാണെന്ന് പറയുമ്പോൾ എന്തിൻ്റെ അവസരം എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ സമൂഹം കൂടുതൽ ശക്തമാവാനുള്ളൊരു അവസരമാണ്. ഇതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തലവുണ്ടാക്കുന്നതായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എൻ്റെ ജീവിതാനുഭവം കൊണ്ട് 4 കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ. അതിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ശക്തിപ്പെടും. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടില്ല. ഈ 4 കാര്യങ്ങൾ ഞാൻ പറയാം, കാരണം എനിക്കത് പറയാതെ വയ്യ. അത് വളരെ ലളിതമായിട്ട് തന്നെ പറയാം. അതിലൊന്നാമത്തെന്ന് പറയുന്നത് സഹകരണമാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. നമ്മൾ അസോസിയേഷൻ്റെ മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ പങ്കെടുക്കണം. ഇന്നേവരെ ഒരു മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ അത് സമയക്കുറവെന്ന് പറയുന്നതല്ല, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മീറ്റിങ്ങുകൾ പങ്കെടുക്കുക, കമ്മിറ്റികളിലെ അംഗമാവുക, സ്ഥാനങ്ങൾ വഹിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കതിലൂടെ വ്യക്തമായിട്ടൊരു സ്വാധീനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് സന്നദ്ധ പ്രവർത്തനങ്ങളാണ്. സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ നാട് ശുചീകരണ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതൊരു സന്നദ്ധ പ്രവർത്തനങ്ങളാണ്. പിന്നെ നമുക്ക് രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ സന്തോഷിപ്പിക്കുക, സഹായിക്കുക എന്നുള്ളതൊക്കെ പറയുന്നതാണ് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആശയവിനിമയം. നമ്മുടെ ഇടയിൽ വ്യക്തമായിട്ടുള്ള ആശയവിനിമയം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് പറഞ്ഞ സന്നദ്ധ പ്രവർത്തനത്തിൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളെ പരിചയപ്പെടാനായിട്ട് നമുക്ക് പറ്റും. അതിലൂടെ നമുക്ക് സ്വയം ആശ്വാസം കണ്ടെത്താനായിട്ട് പറ്റും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരേ രീതിയിൽ ചിന്താഗതിയിലുള്ള കുറേ ആളുകൾ പരിചയപ്പെടാൻ പറ്റിയതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സാപ്പ് പോലുള്ള സംഗതികളുണ്ട്. അപ്പോൾ ആശയവിനിമയം വളരെ സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ഇടയിൽ. ആശയവിനിമയം എത്രത്തോളം ഭംഗിയാകുന്നു അത്രത്തോളം നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇനി നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമതായിട്ട് പറയുന്നത്. നമുക്ക് ശ്രമിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ശ്രമിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടപടിയാവില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ അസോസിയേഷൻ വളരെ ഭംഗിയാക്കണം, നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് ഓണം ആഘോഷിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം, വിഷു ആഘോഷിക്കണം, ന്യൂ ഇയർ ആഘോഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു ജനറലായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ ആരും ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടില്ല. പക്ഷെ അവർ മനഃപൂർവ്വം വരാത്തതല്ല. അവരെ ഞാൻ
സംസാരിക്കാം, മുന്നോട്ട് പറയാം, എൻ്റെ കാര്യങ്ങളോട് പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ അസോസിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ള രീതിക്ക് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങളൊരു 3 മാസം 4 മാസം കൂടുമ്പോഴൊക്കെ ഇവിടുന്ന് ആലുവ ഏതൊരു ട്രിപ്പൊക്കെ പോകാറുണ്ട്, നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ ഇപ്പോൾ വീട്, കുടുംബം, നാട് എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. തൊട്ടടുത്ത തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ ശ്രമിക്കണം, എയർപോർട്ടിൻ്റെ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം, ആലുവ പാർക്കിൽ പോകാൻ ശ്രമിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരു 5-6 സ്ത്രീകളോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഒരു മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വലുതായി നമ്മുടെ ഈ സമൂഹം ഭയങ്കര സ്ട്രോങ് ആവും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ അടുത്ത ആളിലേക്ക് വിട്ടാണ്. എൻ്റെ വാക്കുകൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി. മൊമെന്റോ നൽകി ആദരിക്കാൻ നമ്മുടെ മുഖ്യപ്രഭാഷകൻ ബഹുമാന്യനായ ഗോപിനാഥൻ മാഷിനെ ക്ഷണിക്കുന്നു. കഥയെ ആദരിക്കാൻ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിൽവു ബിജുവിനെയും ആദരവ് സ്വീകരിക്കാൻ ഫർഹ ഫാത്തിമയെയും ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ടി കെ ഗോപാലൻ, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ അർഷദ് അലി, പ്രഭാഷണം നിർവഹിക്കാൻ വന്നിരിക്കുന്ന ശ്രീ പി എസ് വിനയൻ, ആശംസകൾ നേരുന്ന ശ്രീമതി സിന്ധു പാറപ്പുറം, ശ്രീമതി സിബി ബിജു, ശ്രീമതി സിന്ധു പ്രകാശൻ, ശ്രീ അസ്മൽ എം എ, മറ്റിവിടെ കൂടിയിരിക്കുന്ന അധ്യക്ഷവേദിയിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുമയുടെ പുതുവർഷത്തിൻ്റെ പുലരിയാണ് അവിടെ സന്ധ്യ എന്ന് എഴുതിയിരിക്കുന്നത്. പുതുവർഷത്തിൻ്റെ പുലരിയാണ്, പ്രഭാതം. ഇന്ന് 5-ാം തീയതി ആയിരുന്നു. ഈ പ്രഭാതം ഒരു 4 മാസം, പിന്നെ മധ്യാഹ്നം, പിന്നെ സന്ധ്യ, അങ്ങനെ ചിന്തിക്കുന്നതാണ് ശരി. ആ പുലരിയുടെ ഒരു പുഞ്ചിരിയുമായിട്ട് വേണം നമ്മൾ പരസ്പര അംഗങ്ങളെ കാണാൻ. ഈ ഒരുമ, ഒരുമ, നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ ഒന്നിക്കേണ്ടവരാണ് എന്ന് ഈ പേര് നിർദ്ദേശിച്ച ഇതിൻ്റെ സഹൃദയന്, ആ മുഖ്യ അനുഭൂതിയുടെ ആസ്വാദകന് ഞാൻ ആദ്യമായി ഒരു നമസ്കാരം പറയുകയാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പേര് കിട്ടാനില്ല. എത്ര ശുദ്ധമായ മലയാളം! ഒരുമ, ഒരുമ. യൂണിയനുണ്ട്, യൂണിറ്റി എന്നുണ്ട്, അങ്ങനെ പല പേരുകളുണ്ട്. യൂണിയൻ സ്ട്രെങ്ത് എന്ന് പറയാം. പക്ഷെ ഒരുമ എന്നതിൻ്റെ മാധുര്യം ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം ഒന്നിച്ചേരേണ്ടവരാണ്, ഒന്നിച്ച് കാണുമ്പോൾ പുഞ്ചിരിക്കേണ്ടവരാണ്. തീർച്ചയായും നമ്മുടെ സ്നേഹദീപം അതിൻ്റെ വെളിച്ചമാണെങ്കിൽ നമ്മുടെ അംഗങ്ങളെ കാണുമ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത് മനോഹരമായ ഒരു പൂപ്പുഞ്ചിരിയാണ്. ആരും മറക്കരുത്. നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, ഗുഡ് ഈവനിങ് പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല, നമ്മുടെ ഒരുമയുടെ ആദ്യത്തെ അടയാളം നമ്മുടെ പുഞ്ചിരിയാണ്. അത് നിങ്ങൾ സമർപ്പിക്കണം. എപ്പോൾ കണ്ടാലും നമ്മുടെ അംഗങ്ങളെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആദ്യം ഈ സന്തോഷം വേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അച്ഛനെ കാണുമ്പോഴും അമ്മയെ കാണുമ്പോഴും സഹോദരങ്ങളെ കാണുമ്പോഴും നേരത്തെ പറഞ്ഞ സ്നേഹം
രണ്ടർത്ഥമുണ്ട്. സ്നേഹദീപം, സ്നേഹത്തിന് എണ്ണയെന്നൊരർത്ഥമുണ്ട്, അതിൽ കത്തിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ മനസ്സിലാണ് സ്നേഹം. ആ മനസ്സ് കത്തിക്കുമ്പോൾ അതിൻ്റെ പ്രകാശമാണ് പുഞ്ചിരിയായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ മുഖത്ത് നിന്നും വിളിക്കുന്നത്. അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അത് മാത്രമല്ല, കേൾക്കുന്നവർക്ക് കാണുന്നവർക്കൊരു സന്തോഷം, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. മുഖം മനസ്സിൻ്റെ കണ്ണാടി. നമ്മുടെ മനസ്സിലുള്ളത് സന്തോഷമാണ്, അതറിയിക്കാനാണ് പുഞ്ചിരി. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആ പേര് അവിടെ നിർത്തിയിട്ടുണ്ട്. രണ്ടാമത് പറയാനുള്ളത് പുതുവത്സരമാണ്. എന്തിനാണ് ഈ പുതുവത്സരം? മയക്കുമരുന്നും മദ്യവും കുടിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാനാണോ? അല്ല. നമ്മുടെ ഈ വരും വർഷത്തെ 2025 ജീവിതചര്യകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്, ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ്. നാളെ ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഇന്നലെ ഞാൻ രാവിലെ കഴിഞ്ഞ ദിവസം ഇത് 8 മണിക്കാണെങ്കിൽ നാളെ 1-ാം തീയതിയാണ്, ഞാൻ 1-ാം തീയതി 5-ാം തീയതി മതി, നാളെ മുതൽ ഞാൻ എൻ്റെ കൃത്യനിർവഹണത്തിന് 5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കും എന്ന് ഓരോ ഉറപ്പ് നമ്മൾ എടുക്കാനാണ് ഈ പുതുവത്സരം. നമ്മുടെ ജീവിതത്തെ പുതുക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ പുതുക്കിയെടുക്കുകയാണ്. ഞാൻ ഇന്നലെ വരെ മദ്യം കഴിച്ചിരുന്നു, ഇനി കഴിക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള പുതുവത്സരം 1-ാം തീയതി, അല്ലെങ്കിൽ ഇപ്പം 5-ാം തീയതി 6-ാം തീയതി മാറ്റമൊന്നുമില്ല. നമ്മളത് തീരുമാനം എടുത്തേ പറ്റൂ. അങ്ങനെ ജീവിതത്തിന് ഇനി ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല, എന്തു പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടുകയില്ല. വീട്ടിലെ ആരോടും ദേഷ്യപ്പെടാൻ ആദ്യം അതാണല്ലോ വേണ്ടത്. ഭാര്യയോട് ദേഷ്യം, ഭർത്താവിനോട് ദേഷ്യം, മക്കളോട് ദേഷ്യം, എല്ലാവരും ദേഷ്യം ഇല്ല. ഞാൻ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുകയില്ല. അതിന് ദേഷ്യപ്പെട്ടാലും വാക്ക്, മനസ്സ്, വാച, കർമ്മണം, മനസ്സ് പറഞ്ഞാലും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്. തീരുമാനമെടുത്തോളൂ ഇന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടിലാരെയും വഴക്ക് പറയില്ല, ചീത്ത പറയില്ല, അവരോട് സ്നേഹത്തോടെ പറയൂ. രാവിലെ എൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി 5:30 മണിക്ക് അതിന് എഴുന്നേക്കും, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കും. ഞാൻ 4 മണി, ചിലപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റുണ്ട്. പഠിക്കുന്ന കാലത്ത് രാത്രി ഉറങ്ങാതെയും പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണ്ടി വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ സമയം ക്രമപ്പെടുത്തണം. നിശ്ചയമായിട്ട് ചെയ്തേ പറ്റൂ. സമയം പണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവും. ടൈം ഈസ് മണി. സമയം പണം കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനം എടുക്കുക. ഇന്ന് തന്നെ വൈകിട്ട് പോയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര മണി കഴിഞ്ഞ് ഇന്നത് ചെയ്യും. നമ്മുടെ സൗകര്യം അനുസരിച്ച് പ്ലാനിങ്ങിന് വേണ്ടിയാണ് ഓരോ പുതുവത്സരവും നമ്മുടെ മുമ്പിൽ ഉദിച്ചുയരുന്നത്. അത് ഓർമ്മ വേണം. പ്ലാനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ദേഷ്യപ്പെടുക. അങ്ങനെ നമുക്ക് ഓരോന്ന് തീരുമാനം എടുക്കാം. നമുക്ക് ഇക്കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതനുസരിച്ച് നടക്കണം. പിന്നെ ഗ്രന്ഥം കരുത്തിലുണ്ടായാൽ മതി വരാ, ചന്തത്തിൽ അർത്ഥം ഗ്രഹിച്ചേ മതി വരൂ. മാത്രം പോരാ, നമ്മൾ വായിച്ച കൊണ്ട് അവൻ്റെ അർത്ഥം ഗ്രഹിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ നടപ്പാക്കണം. നമ്മൾ തീരുമാനിക്കും, പക്ഷെ നടപ്പാക്കില്ല. നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കും, പക്ഷെ നടപ്പാക്കില്ല. അതിന് ഇച്ഛാശക്തി വേണം. നമ്മുടെ മനസ്സിനൊരു ദൃഢമായ ആഗ്രഹം, നമ്മുടെ മനസ്സിനെ അങ്ങനെ വേണമെന്നൊരു ദൃഢമാഗ്രഹം. എൻ്റെ മകനെ പഠിപ്പിച്ച് മിടുക്കനാക്കും. ഞാൻ എൻ്റെ കുട്ടികളോട് ഒരിക്കലും പഠിപ്പിക്കാൻ പോകുന്ന 1ാമത് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 1ാമത് ജയിച്ച് മാർക്ക് വാങ്ങുന്ന ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കളോട് പറഞ്ഞിട്ട് നിങ്ങൾ 1ാമത് എത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നീട് ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് നന്നായി പഠിക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാൻ പഠിക്കണം എന്ന് പറയുന്നു. കുട്ടികളോട് പഠിക്കണം എന്ന് പറയില്ല. അധികം നമ്മൾ കുറച്ച് മിതമായിരിക്കണം നമ്മുടെ വാക്ക്. ചുരുക്കി പറയും. അപ്പം മനസ്സ് പറഞ്ഞു, വാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത് വാക്കാണ്. വാക്ക് തെറ്റിപ്പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും കഴിവതും മറ്റുള്ളവർക്ക് വേദനയുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു വേദനയും മറ്റുള്ളവർ നമ്മിൽ നിന്നുണ്ടാകരുത്. മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ട് പ്രവർത്തിക്കരുത്, കർമ്മം പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുകയില്ല തീരുമാനിക്കുക. അതാണ് ശരിക്ക് ഗാന്ധിജി പറഞ്ഞ അഹിംസ എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റവർക്ക് നന്മയല്ലാതെ മറ്റും ചെയ്യുക. അങ്ങനെ നമ്മൾ തീരുമാനം പുതിയ വർഷം ചെയ്യുക. പിന്നെ നമ്മളെ പ്രത്യേകിച്ച് അച്ഛനമ്മമാർ മാതൃകയാണെങ്കിലേ, നമ്മൾ നന്നായെങ്കിലേ കുട്ടികൾ നന്നാവും. നമ്മൾ നന്നായി പ്രവർത്തിച്ചെങ്കിൽ കുട്ടികൾ, നമ്മളെ കണ്ടാണ് കുട്ടി പഠിക്കുന്നത്, നമ്മളെ കേട്ടല്ല. നമ്മളെ കണ്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത്, നമ്മളെ കേട്ടല്ല. അതുകൊണ്ട് നമ്മൾ മാതൃകയായിരിക്കണം. അതുകൊണ്ടും നമ്മൾ മാതൃകയാകുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാവി അവരാണ്. ഞാനിങ്ങനെ നമ്മുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയും നമുക്ക് ചില സാമൂഹികമായ കാര്യങ്ങൾ പറയും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യം. ഈ സംഘടനയുടെ ലക്ഷ്യം ജാതി, മത, വർഗ, രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരുമയോടുകൂടി നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയണമെന്നായി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജാതി ചിന്ത എന്നേ കളഞ്ഞു. ഒരു ജാതി ഒരു മതം എന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുനാഥനുണ്ട്. അല്ലെങ്കിൽ തന്നെ വിശ്വസാഹോദര്യമാണ് ഇസ്ലാം മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തുള്ള ബന്ധുവിനേക്കാൾ ദൂരത്തുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുക്കളാണ് നല്ലതെന്ന് പറഞ്ഞാൽ യേശുദേവൻ സ്നേഹത്തിൻ്റെ ഭാഷയാണ് പറഞ്ഞത്. അയൽവക്കക്കാരെ പറ്റി ഞാനതൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ജാതി നമ്മുടെ ഇവിടെ കൊണ്ടുവരണം. നമ്മളാരും എല്ലാവരും നല്ല ജാതിക്കാരാണ്, മനുഷ്യജാതിക്കാരാണ്. നമ്മളെല്ലാവരും നല്ല ജാതിയാണ്, മനുഷ്യജാതിയാണ്. അതുകൊണ്ട് അത് വ്യത്യാസമില്ല. ഇനിയും ജാതി വ്യത്യാസം പാടില്ല, പ്രധാനം. പിന്നെ മതം. ഞാൻ 30-35 കൊല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. പല വിഭാഗത്തിൽ ഒരു കാലത്തും മതം പറഞ്ഞിട്ടില്ല. എൻ്റെ വിശ്വാസം ഒരു ഹിന്ദുവിൻ്റെ മനസ്സിലുള്ള ഈശ്വരൻ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലും ഒരു ഇസ്ലാമിൻ്റെ മനസ്സിലും മറ്റു വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും ഈശ്വരൻ ഒന്നാണ്. ഈ നമ്മളായിരിക്കുന്ന ഈ ക്ഷേത്രത്തിലില്ലാത്ത ഈശ്വരൻ മറ്റൊരിടത്തുമില്ല. പള്ളിയിലില്ലാത്ത ഈശ്വരൻ ഇവിടെയില്ല. മോസ്കിലില്ലാത്ത ഈശ്വരൻ ഇവിടെയില്ല. നമ്മുടെ മനസ്സിലാണ് ഈശ്വരനെ സ്ഥാപിക്കേണ്ടത്. അത് ഈ ഈശ്വരൻ നമ്മൾ വെള്ളം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ വെള്ളം കാണുമ്പോൾ തമിഴ് തണ്ണി 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 എന്ന് പറയും, ഹിന്ദിക്കാർ കാണുമ്പോൾ പാനി 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 എന്ന് പറയും, നമ്മൾ വെള്ളം 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 എന്ന് പറയും, ഒരു ഇംഗ്ലീഷുകാരന് വോട്ടർ 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 എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. ഈ വെള്ളവും പാനിയും തണ്ണിയും വാട്ടറും ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹു എന്ന് വിളിക്കുന്ന ആ തമ്പുരാനും ഒന്ന് തന്നെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. എന്താണ്? നിങ്ങൾ സ്നേഹത്തോടെ പരസ്പരം ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു തെറ്റും പറഞ്ഞില്ല. ചിലക്ക് ബാങ്ക് വിളി കാണുക അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ പ്രശ്നം വരും. ഈശ്വരൻ സർവശക്തനാണ്. ഗോഡ് ഈസ് ഓംനിപൊട്ടന്റ്. ദൈവം സർവശക്തനാണെന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. ഇനിയും നമ്മൾ പറയുമ്പോൾ ഓം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരനാണ്. ഇതാണ് നമ്മൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത്. വേറൊന്നുമല്ല. ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, പിതാവിനും വിഷ്ണുവിനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ അതും അത് തന്നെ. മറ്റേ പറഞ്ഞ ഈശ്വരൻ ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോഴും ഒന്ന് തന്നെ, യാതൊരു വ്യത്യാസവും ഇതിലില്ല. അതുകൊണ്ട് മതം എന്നതിൻ്റെ പേരിൽ ഒരു കാര്യം നമ്മളതെല്ലാം അങ്ങ് മറക്കണം. നമ്മൾ ജാതി മറക്കണം. ഇനി വരാൻ പോകുന്ന നമ്മുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം
ആശയവിനിമയത്തിന് വേണ്ടി പറയും. ഇവിടെ പറഞ്ഞില്ല, ആശയവിനിമയത്തിന് വേണ്ടി പറയാം, അല്ലാതെ വിദ്വേഷത്തിന് വേണ്ടി പറയരുത്. നമുക്ക് വോട്ടിന് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, ഒരു തടസ്സവുമില്ല. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, അത് അന്നേരം പോയി ചെയ്തോളുക. ഇതിനുള്ളിൽ അങ്ങനെ ഒരു നമ്മുടെ ആൾക്കാർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോട്ടെ, അവർ നമ്മുടെ അംഗങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കാൻ വരും, അത് അവരുടെ ഡ്യൂട്ടി. ഏത് രാഷ്ട്രീയക്കാരനാണ് അവർ നമ്മുടെ നാട്ടിൽ വരും, നമ്മളോട് വോട്ട് ചോദിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞേക്കില്ല. അതിനപ്പുറത്തേക്ക് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോളൂ, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോളൂ, അത് വിഷമല്ല. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എനിക്കുണ്ട് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം. അത് ഇവിടെ കൊണ്ടുവരുന്നത്, അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കും. ഇനിയൊന്ന് ആലോചിക്കണം, നമ്മൾ നിസ്സാര രാഷ്ട്രീയക്കാരായ താഴെ നിലയിലുള്ള വഴക്കുണ്ടാകുന്നുള്ളൂ. മുകളിലുള്ളവരൊക്കെ പത്രത്തിൽ കൂടെയും വാട്സപ്പിലൂടെയും മറ്റും വഴക്കുണ്ടാക്കുന്നത്. അവർക്ക് നമ്മൾ കാണുമ്പം സന്തോഷത്തോടെ ഷെയ്ക്ക് ഹാൻഡ് പിടിച്ച് വേണ്ടുവെന്ന് പരസ്പരം ഉമ്മ വെച്ചിട്ട് അവർ പോകും, സ്നേഹം പ്രകടിപ്പിക്കും. നമ്മളെന്തിനാണ് വെറുതെ ഇതൊക്കെ ഉള്ളിൽ താഴെ ചെയ്യേണ്ടത്? അതുകൊണ്ട് നമുക്ക് ജാതി വ്യത്യാസം വേണ്ട, മതവ്യത്യാസം വേണ്ട. മതം വേണ്ട എന്നല്ല പറഞ്ഞത്, രാഷ്ട്രീയ വ്യത്യാസം ഉണ്ട്. അത് നമ്മുടെ സൗഹൃദത്തിന് ഒരുമയ്ക്ക് തകരാറുണ്ടാക്കുന്നത്. ഇതാണ് ആദ്യത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വ്യത്യാസം മറന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് ആഗ്രഹങ്ങൾ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പ്ലാൻ ചെയ്യണം. നമുക്ക് ആഗ്രഹം വേണം, ദുരാഗ്രഹം പാടില്ല. ആഗ്രഹം വേണം, ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാവും. ആഗ്രഹം വേണം. ഒരു കുട്ടി ഇന്നതുപോലെ വേണം, അച്ഛൻ ഇങ്ങനെ വേണം, അമ്മ ഇങ്ങനെ വേണം, അങ്ങനെ സഹോദരൻ ഇങ്ങനെ വേണം. ആഗ്രഹം വേണം, പക്ഷേ ദുരാഗ്രഹം പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്കെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഒരു വലിയ ദോഷമാണ് അസൂയ. അയൽവക്കക്കാരൻ ഉയരട്ടെ ഉയരട്ടെ ഉയരട്ടെ, അവർ ഉയർന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കില്ലാത്തപ്പോൾ പോയി നാടി അരിക്ക് ₹1 വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ അയൽവക്കക്കാരെല്ലാം നല്ല ഐശ്വര്യത്തോടെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും, ഇപ്പോൾ ഒരാൾക്ക് അസുഖം വരുമ്പം അസുഖം വരില്ലേ എന്ന് പ്രാർത്ഥിക്കാം, അത് മാറണേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ MLA വീണപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, അവർക്ക് ഒരാപത്തും ഉണ്ടാകല്ലേ എന്ന്, ഇല്ലേ? അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യം നമ്മുടെ മനസ്സ് കൊടുക്കണം. നമ്മുടെ ഒരു ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മുടെ മനസ്സ്, സ്നേഹം നിറഞ്ഞ മനസ്സ് കൊടുക്കണം. രണ്ടാമത് നമ്മുടെ ആരോഗ്യമനുസരിച്ചുള്ള സഹായം ചെയ്യണം. പിന്നെ ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യം കൂടിയാണ് പറയാമെന്ന് വിചാരിച്ചാൽ, ഏതൊരു സംഘടനയ്ക്ക് അത്യാവശ്യം ഒരു സാമ്പത്തികമായ അടിത്തറയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം പറഞ്ഞു, ഓരോ രോഗിയായാൽ അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ആദ്യം അറിയിക്കേണ്ടത് അയൽവക്കക്കാരെയാണ്. അയൽവക്കക്കാരെ അറിയിക്കുമ്പോൾ അവരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും വൃദ്ധന്മാരും വൃത്തികളേ ഉള്ളൂ, അവർക്ക് എന്തെങ്കിലും വന്ന് അറിയിക്കാൻ ആളില്ല. അതുകൊണ്ട് നമ്മുടെ അയൽവക്കക്കാരെ നമ്മൾ നമ്പർ കൊടുത്തിരിക്കണം, അവരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരാവശ്യം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ദൂരെയുള്ള ബന്ധുവല്ല, അടുത്തുള്ള ശത്രുവാണ് കൂടുതലും. ശത്രു എന്ന് ഞാൻ വെറുതെ പറഞ്ഞു, നമ്മളാരും ശത്രുക്കളല്ല, നമുക്കാരും ശത്രുവില്ല. ഞാൻ അജാത ശത്രുവാണെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് ആരും ശത്രുക്കളില്ല, കാരണം എൻ്റെ ശത്രുവിൽ എനിക്കുമില്ല. ഇത് അജാത ശത്രു എന്ന് പറയുന്നത് ധർമ്മപുത്രനെ പറ്റിയാണ് പറയുന്നത്. എങ്കിലും നമ്മൾ ആരും ശത്രുക്കളുള്ളവരല്ല. അഥവാ ഉണ്ടെങ്കിൽ എൻ്റെ ശത്രു ഞാനാണ്. ഞാനിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും പറഞ്ഞു, 6 മണിക്ക് എഴുന്നേക്കും, എൻ്റെ ശത്രു ഞാനല്ലേ? എൻ്റെ ശത്രു ഞാനാണ്, വേറൊരു ശത്രു നമുക്കില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ല, നമ്മളിത് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ശത്രു നമ്മൾ മാത്രമേ ഉള്ളൂ. അയൽവക്കക്കാരൊക്കെ നമ്മുടെ ഒന്നാം തരം ബന്ധുക്കളാണ്. അവരോട് നമുക്ക് യാതൊരു അസൂയയുമില്ല. ഭഗവാനെ നമ്മുടെ അയൽവക്കക്കാർക്കെല്ലാം നല്ലത് വരട്ടെ,
ആരോഗ്യമുള്ള ഒരു കുടുംബം ഉണ്ടാകട്ടെ, ആരോഗ്യമുള്ള മക്കളുണ്ടാകട്ടെ എന്ന് നമ്മൾ അസൂയ ഇല്ലാതെ ചിലപ്പോൾ കയറി വന്നു അപ്പം വേണം മനസ്സിലാക്കാൻ പാടില്ല, അവരൊന്നായിരിക്കട്ടെ, നാളെ നാഴി അരിക്ക് പോയി പൈസ അവിടെ നിന്ന് വാങ്ങിക്കാം. പണ്ടൊക്കെ അങ്ങനെയാണ്, നമ്മൾ നാഴി ഉപ്പ് വാങ്ങിക്കും, നാഴി അരി വാങ്ങിക്കും, ഒരു തീപ്പെട്ടിക്കൊള്ളി വാങ്ങിക്കും, 10 മുളക് വാങ്ങിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞവർ എത്ര സൗഹൃദമായിരുന്നു. അതുപോലെയുള്ള സൗഹൃദം ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ വരുമ്പോൾ അസോസിയേഷന് നമ്മളെ സഹായിക്കണമെങ്കിൽ അവർക്കൊരു സാമ്പത്തികമായ അടിത്തറ ഉണ്ടാകും. അത് ഒരു നല്ലൊരു ഫണ്ട് വേണം. അത് സത്യസന്ധമായി കൈകാര്യം ചെയ്യണം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, പണം വർദ്ധിക്കും തോറും സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന്. അതെന്താ കാര്യം? സംഘടനയുടെ കണക്ക് വ്യക്തവും ശുദ്ധവുമായിരിക്കണം. അദ്ദേഹം പറഞ്ഞാണ്, ഒരു സംഘടനയുടെ വരവ് ചെലവ് കണക്ക് കൃത്യവും വ്യക്തവും ശുദ്ധവുമായിരിക്കണമെന്ന്. അങ്ങനെ വന്നാൽ യാതൊരു അഭിപ്രായവും സാമ്പത്തികമായോ ഉണ്ടാവില്ല. അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സെക്രട്ടറി ചിലവാക്കി കഴിയുമ്പോൾ അത് ഖജാൻജിയെ കാണിക്കണം. അവർ രണ്ടുപേരും ആലോചിച്ചിട്ട് അത് കമ്മിറ്റി വയ്ക്കണം. കമ്മിറ്റി വെച്ച് പ്രസിഡന്റ് ഒപ്പിടണം. അപ്പോൾ ആ കണക്ക് വ്യക്തമായിരിക്കണം. ഞാൻ പറഞ്ഞതല്ല, 19 കൊല്ലം ഹരിജൻ കൊണ്ടു നടന്ന ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് വളരെ മാസം തോറും കമ്മിറ്റി കൂടുന്നെങ്കിൽ കമ്മിറ്റിയിൽ കണക്ക് വെച്ച് ആ കമ്മിറ്റി പാസ്സാക്കി പ്രസിഡന്റ് ഓരോ മാസം കമ്മിറ്റി കൂടുമ്പോൾ കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കണം. അത് ശരിയാണെന്ന് കമ്മിറ്റി ആദ്യം ബോധ്യമാണ്, പാപ്പജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ മനസ്സ്, ശരീരം, ആരോഗ്യം. മുമ്പ് പറയും, വിദ്യാധനം സർവധനാൽ പ്രധാനം. ഞാൻ പറഞ്ഞു, വിദ്യ കൈകൊണ്ട് ഉള്ളതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് പ്രായോഗികമാക്കിയെങ്കിലേ പറ്റൂ. ആരോഗ്യത്തിന് നമ്മൾ വേണ്ടത് എന്താണ്? അതോടെ പറഞ്ഞ നോക്കുകൾ നിർത്താം. നമുക്കെല്ലാവർക്കും വേണ്ടത് രോഗമില്ലാത്ത ഒരവസ്ഥ. രോഗമില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, രോഗമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഒന്നാമത് വേണ്ടത്. നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും. ശരീരം ശുദ്ധിയായാൽ വർദ്ധിക്കും, മനസ്സ് വർദ്ധിക്കും. ശരീരം ശുദ്ധിയായാലും മനസ്സ് ശുദ്ധിയായെങ്കിലുമേ നമ്മുടെ ആരോഗ്യം നമുക്ക് പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരിതസ്ഥിതി, നമ്മുടെ വീട് ശുദ്ധമായിരിക്കണം, പരിസരം ശുദ്ധമായിരിക്കണം. പലരും നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന, എനിക്കൊരു സാറുണ്ടായിരുന്നു, പണ്ട് ഇതുപോലെ റോഡിൽ ടാറൊന്നുമല്ലായിരുന്നു. അദ്ദേഹം വരുന്ന വഴിക്ക് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് റോഡിലെ കല്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടാണ് വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി മാറ്റിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് ടാറിട്ട റോഡാണ്, അത് വേണ്ട. പ്ലാസ്റ്റിക് ഉണ്ട്, അത് പറക്കി ഒരു ബാഗിലാക്കിക്കൊണ്ട് പോകാൻ പറ്റും. നടക്കുന്നവർ കുറവാണ്, അതെനിക്കറിയാം. അപ്പോൾ അത് പരിസ്ഥിതി ശുദ്ധമായിരിക്കണം, വീട് ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അപ്പോൾ ഒരു ആരോഗ്യമുള്ളവരും മനസ്സ് നമുക്കുണ്ടാവണം. പിന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഓരോരുത്തരെയും ശരീരത്തിൻ്റെ ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കണം. അതിസർവത്ര വർദ്ധയിൽ ഒരു ചൊല്ലുണ്ട്. അധികമായിരിക്കുക എന്നുള്ളത് എല്ലായിടത്തും വർദ്ധിക്കേണ്ടതാണ്. അമിത ഭക്ഷണം ഉപേക്ഷിക്കണം. പാശ്ചാത്യരൊക്കെ പറയുന്നത് ലോകം മുഴുവൻ കഴിക്കേണ്ട ഭക്ഷണം ഇന്ത്യക്കാർ മാത്രം കഴിച്ചു തീർക്കുന്നതാണ്. ലോകത്തുള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മുഴുവൻ ഇന്ത്യക്കാർ മാത്രം കഴിച്ചു തീർക്കുന്നു എന്നാണ് പറയുന്നത്.
ജോലി എടുക്കുന്നവൻ ആഹാരം കഴിച്ചേ പറ്റും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കായികാധ്വാനം ചെയ്യുന്നവന് ആഹാരം കഴിച്ചേ പറ്റും. വെറുതെ ഇരിക്കുന്നവൻ അത്രയും കഴിക്കണോ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് മിതമായ ആഹാരം കഴിക്കുക. വണ്ണമുള്ളവരെ വ്യായാമം ചെയ്യുക. ക്ഷമിക്കണം, വണ്ണമില്ലാത്തവരും വ്യായാമം ചെയ്യുക. നടക്കാൻ വയ്യെങ്കിലും നമ്മുടെ വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ലാത്തവരെ സ്ഥലമില്ല, ഇപ്പം പട്ടി കടിക്കും, വാഹനം മുട്ടും വേണ്ട, മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇല്ലെങ്കിൽ വാഹനം അധികമില്ലാത്ത റോഡുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദിവസം അരമണിക്കൂർ നടന്നാൽ ഡോക്ടറെ കാണേണ്ടി വരില്ല. ദിവസം അരമണിക്കൂർക്ക് വ്യായാമം ചെയ്താൽ ഡോക്ടറെ കാണേണ്ടി വരില്ല, പൈസ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് രക്ഷിക്കണം. പിന്നെ മനസ്സിന് അയ്യോ സാറേ എനിക്ക് ടെൻഷനാ. എന്താ ടെൻഷൻ? മക്കളെ ഓർത്തായിരിക്കും. അപ്പോൾ രാവിലെ ഏറ്റ ഉടൻ അല്പനേരം ഇരിക്കുക. ഇരുന്നിട്ട് നമ്മുടെ എല്ലാ ടെൻഷനും മാറിക്കോളും. ശ്വാസം ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് ഉള്ളതും പുറത്തേക്കും പോകുന്ന ശ്വാസം ശ്രദ്ധിക്കുക. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഏറ്റവും വലിയ ധ്യാനമാണത്. നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുക. മുകളിലോട്ടെടുക്കുമ്പോൾ, ഉള്ളിലെടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും. അങ്ങനെ ഒരു 15 മിനിറ്റ് ഇരുന്ന് നോക്കൂ, നിങ്ങളുടെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറും. ഒരു പ്രയാസവും ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും ഇഷ്ടദൈവമുണ്ട്, ദൈവത്തെ പ്രാർത്ഥിക്കുക. ദൈവത്തെ പ്രാർത്ഥിച്ചില്ലേ ഉള്ളിൽ വായു ഭഗവാനുണ്ട്. അദ്ദേഹം ഉള്ളിലേക്ക് പോകുന്നതും അദ്ദേഹം വെളിയിലേക്ക് പോകുന്നതും ശ്വാസവും ഉച്ഛ്വാസവും ശ്രദ്ധിക്കുക. 15 മിനിറ്റ് കുറേ നേരം ശ്രദ്ധിക്കാതിരിക്കുക. പ്രപഞ്ചം മുഴുവൻ ശ്രദ്ധിക്കുക. ആ ശബ്ദം എന്താണ്, ഈ ശബ്ദം, ഈ ശബ്ദം ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ മാറിക്കൊള്ളും. ഒരു വിഷമമില്ല, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 15 മിനിറ്റ്, കിടക്കുമ്പോൾ 15 മിനിറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 15 മിനിറ്റ് കിടക്കുക, വൈകിട്ട് 15 മിനിറ്റ്. നമ്മുടെ സർവ്വ ടെൻഷൻ പോയി. നമ്മൾ ആരോടും ദേഷ്യമില്ലാതെ, ഭാര്യയോട് ദേഷ്യമില്ലാതെ, ഭർത്താവിനോട് ദേഷ്യമില്ല, മക്കളോട് ദേഷ്യമില്ല, ചേട്ടനോട് ദേഷ്യമില്ല. നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് ജീവിക്കും. അങ്ങനെ പരസ്പര സ്നേഹത്തോടെ, അസൂയയൊന്നും കൂടാതെ, പരസ്പരം സഹായം ചെയ്ത്, ഒരു ഒറ്റ മനസ്സോടെ, വീണ്ടും പറയുന്നു ഒരുമയോടെ ജീവിക്കാൻ ഈ പുതുവർഷപ്പുലരി, ഈ വർഷപ്പുലരി മുതൽ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നവത്സരങ്ങൾ ആശംസിച്ചുകൊണ്ട്, നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ആദ്യം തന്നെ വളരെ നല്ല 2 പ്രഭാഷണം കഴിഞ്ഞു. അർഷാദ് വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അർഷാദിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വെച്ചാൽ ഞങ്ങൾ തണ്ണീർമത്തം ദിനങ്ങൾ കാണാൻ പോയപ്പോൾ എൻ്റെ ഭാര്യ എടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡയലോഗ്, മറ്റേ ആ സാറിൻ്റെ മുഖത്തെ പേസ്റ്റാണോ അല്ല അതല്ലേ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ നല്ല ചെയ്യാമെന്ന് ഞാൻ ചിരിച്ചു പോയി. അപ്പോൾ അർഷാദിനെ കാണുമ്പോൾ ആ ഡയലോഗാണ് സത്യം ഒന്ന് ഓർമ്മ വരുന്നത്. അർഷാദ് തീർച്ചയായിട്ടും വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് അഭിനയസിദ്ധിയുള്ള കലാകാരൻ തന്നെയാണ്. കോമഡി റോളുകൾ നന്നായിട്ട് വഴങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ പറയാൻ പറ്റൊരു ഭയങ്കര കൊടൂര വില്ലനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇനി വരാൻ പോകണം അല്ലേ. അപ്പോൾ എന്തായാലും അർഷാദിന് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ ഗോപി സാർ സംസാരിച്ചു. അതായത് ഞാൻ ഇവിടെ പറയാൻ വന്ന വാക്കുകൾ ഒരു ചെറിയൊരു കവിതയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ചെറിയൊരു കവിതയിലൂടെ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയും അതിലുണ്ട്. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും ചെറിയൊരു ശ്രമം. ഓക്കെ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ.
ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ, നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തി ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ, ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിനു വിലയുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിനു വിലയുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നുള്ളൊരു തല്ലില്ലാർന്നേ, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നുള്ളൊരു തല്ലില്ലാർന്നേ, ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ, ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ, അതോ വെറുമൊരു കനവാർന്നു, അതോ വെറുമൊരു കനവാർന്നു, അതോ വെറുമൊരു കനവാർന്നു, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. നിങ്ങൾ ശരിക്കും കൈയടിച്ചാണോ എനിക്ക് സങ്കടം ഉണ്ടെന്ന് ഇത് കൈയടിച്ചാണോ? ശരിക്കും കൈയടിച്ചാണ്. അപ്പൊ ഞാൻ പറയാനുള്ളതെല്ലാം ഈ കവിതയിലുണ്ടായിരുന്നു അല്ലേ, പണ്ടത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ. ഞാൻ സ്കൂള് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. റെസിഡൻസ് സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 2017 തുടങ്ങി, 7 വർഷമായി. മറ്റുള്ള സംഘടനകളിൽ നിന്നും റെസിഡൻസ് സൊസൈറ്റിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ 4 വർഷം റെസിഡൻസ് സൊസൈറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു, ഫെഡറാക്കിന്റെ സെക്രട്ടറിയാണ്. ഞാനിതിൽ നേരിടുന്ന 2 വെല്ലുവിളികളുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ നേരിടുന്ന 2 വെല്ലുവിളികൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഈ 2 വെല്ലുവിളികൾ നേരിടാൻ പലപ്പോഴും ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ രസകരമായ സാധനമാണ്, വാട്സപ്പ്. ഒന്നാമത്തെ വെല്ലുവിളി രാഷ്ട്രീയവും, രണ്ടാമത്തെ വെല്ലുവിളി വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഈ രണ്ടിനെയും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പലപ്പോഴും വെള്ളം കുടിക്കാറുണ്ട്. പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്, വന്ന കാലം മുതൽ ഇതുവരെ. ഈ കവിതയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലായിരുന്നു. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ല. അപ്പുറത്തെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തെങ്ങും വിശപ്പില്ല. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടായിരുന്നേ. പണ്ട് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാൻ എളുപ്പം, കാരണം മതിലുകളില്ല. ഒരു വീട്ടിൽ ഒരുത്തം കറിഞ്ഞ് അപ്പം തന്നെ എല്ലാവരും ഓടിയത്. ഇപ്പം മൊത്തം മതിലുകളാണ്, നമ്മൾ തമ്മിൽ അകന്നുപോയി. ഈ വാട്സപ്പൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ സംഘടനകൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെ തീർത്തുകൊണ്ടിരുന്ന നമ്മൾ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുമായിരുന്നു, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ തീരുമായിരുന്നു. ഇന്ന് ഇത് വന്നതിന് ശേഷം അടി തുടങ്ങിയാൽ പിന്നെ 24 മണിക്കൂർ 48 മണിക്കൂർ ഒരാഴ്ച കഴിഞ്ഞാൽ തീരുവില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ അതിക്രമിച്ച് പോകും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഞാനിപ്പോൾ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, ഞാൻ ജയേഷിന്റെ മുഖത്ത് ആ പ്രശ്നം പറയുകയാണെങ്കിൽ ജയേഷിന്റെ മുഖത്ത് നോക്കിയാൽ പറയണേ, ജയേഷിന്റെ മുഖം മാറുമ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തും. പക്ഷെ ജയേഷിന്റെ അടുത്ത് വാട്സപ്പിൽ ഞാൻ അയക്കുകയാണെങ്കിൽ ജയേഷിന്റെ മുഖം ഞാൻ കാണുന്നില്ല, ഞാനിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ വായിലുള്ള കംപ്ലീറ്റ് സാധനം ഇങ്ങനെ വിടും. ജയേഷ് തരിപ്പണോ. അതേസമയം ഞാൻ ജയേഷ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലാണ് ഒരു 10, 20, 30, 40, 50 പേരെ മുന്നിൽ ഞാനിത് ഇടുന്നത്. ആ ബന്ധമില്ലാണ്ടാവും. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ ഒരുമിച്ച് വട്ടം കൂടി സംസാരിക്കുകയായിരുന്നു. ആ ഒരു തലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചു പല സംഘടനകളിലും അത് തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഒരു അസോസിയേഷനിൽ ചെന്നപ്പോൾ ഒരാളെന്നോട് പറയാണ്, വിനയ എട്രാക്കിൻ്റെ ആളല്ലെന്ന് ചോദിക്കാം. അപ്പം അത് എട്രാക്കിൻ്റെ ആളാണ്. എനിക്ക് എൻ്റെ അസോസിയേഷനെ കുറിച്ചൊരു കാര്യം പറയാനെന്ന് പറയും. അപ്പോൾ എന്താ പറയാനുള്ളത്? ഇവിടെ ഭയങ്കര രാഷ്ട്രീയ കളി നടക്കണമെന്ന് പറയാം, ഭയങ്കര രാഷ്ട്രീയ കളി നടക്കണമെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പറയാൻ കാരണം? അത് കാരണമുണ്ട്, രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാം. ഇതിൽ പ്രവർത്തകരൊക്കെ ഒരേ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാം, ഇല്ല കമ്മിറ്റികളൊക്കെ ഒരേ രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ അസോസിയേഷൻ രൂപീകരിച്ചത് എങ്ങനെയാണ്? ഈ അസോസിയേഷൻ രൂപീകരിച്ചത് ഒരു പൊതുയോഗത്തിൽ വെച്ചാൽ. അപ്പം നാളെ പൊതുയോഗത്തിൽ വെച്ചാൽ പൊതുയോഗത്തിന് ചേട്ടൻ ഒരു നോട്ടീസ് കിട്ടിയില്ലേ? കിട്ടി.
ആ നോട്ടീസിൽ എന്താ എഴുതിയായിരുന്നത്? എട്രാഞ്ച് എന്ന നോട്ടീസല്ലേ? അതെ. അടിയിൽ സെക്രട്ടറി PS വിനയൻ എഴുതിയിട്ടായാലും പോവാം. ആ നോട്ടീസിൽ എന്താ എഴുതിയായിരുന്നത്? ഇന്ന ദിവസം ഇന്ന വീട്ടിൽ രൂപീകരണം നടക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഷംസുദ്ദീൻ ഉദ്ഘാടനം. പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? ഈ പഞ്ചായത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ് അല്ലെ? പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന എഴുതിയിട്ടുണ്ടായിരുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പറുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വാർഡ് മെമ്പർ ആരാ? ആ വാർഡിന്റെ പ്രതിനിധിയാണ്. ശരിയല്ലേ? അതെ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് അവിടെ വരുന്നതെന്നതിൽ എഴുതിയിട്ടുണ്ടായത് അല്ലെ? അത് ശരിയാണ്. ആ നോട്ടീസിൽ ഇങ്ങനെ ഒരു വാക്ക് ചേട്ടൻ കണ്ടായിരുന്നോ? ഇന്ന പ്രത്യേക രാഷ്ട്രീയക്കാരൊന്നും വരണ്ട, ഇന്ന രാഷ്ട്രീയക്കാർ മാത്രം വന്നാൽ മതി എന്നതിൽ എഴുതിയായിരുന്നോ? ഇല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടായില്ല. ആ ശരി, ഓക്കെ. അതിനുശേഷം അവിടെ രൂപീകരണം നടന്നു. രൂപീകരണം നടന്നപ്പോൾ എങ്ങനെ രൂപീകരണം നടന്നേ? വല്ല പാനലും വെച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇന്ന ആളുകൾ പ്രസിഡന്റ് ആയാൽ മതി, സെക്രട്ടറി ആയാൽ മതി, അങ്ങനെ പാനലും വെച്ചായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചേട്ടൻ പോയായിരുന്നു, അത് പോയായിരുന്നു. അപ്പൊ എങ്ങനെ നടന്നേ? സെക്രട്ടറിനെ എങ്ങനെ തെരഞ്ഞെടുത്തേ? സെക്രട്ടറിനെ ജനങ്ങൾ വിളിച്ചു പറയായിരുന്നു പേര്. പ്രസിഡന്റിനെ വിളിച്ചു പറയായിരുന്നു. ട്രഷറേയും വിളിച്ചു പറയായിരുന്നു. മറ്റു കമ്മിറ്റി അംഗങ്ങളെ അവരും ഓരോരുത്തർ പേര് പറയായിരുന്നു. അല്ലാതെ ആരെങ്കിലും എഴുന്നേറ്റ് ഞാൻ സെക്രട്ടറി ആയിക്കോളാന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളെല്ലാം തെരഞ്ഞെടുത്ത ആളല്ലേ? അതെ. ആരോടെങ്കിലും പ്രത്യേകിച്ച് വരണ്ടാന്ന് നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇന്ന ആൾക്കാർ വരണ്ടാന്ന് നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈ ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകളാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സാക്ഷിയാണ് അല്ലെ? എല്ലാ വീടുകളിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ടിക്കാരോട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ പ്രത്യേക രാഷ്ട്രീയക്കാരാവുന്നത് ഈ കമ്മിറ്റിക്കാർ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ എന്ന് പറയാം. അത് ശരിയാണ്. നമ്മൾ നോട്ടീസ് തന്നപ്പോൾ എല്ലാ വീടുകളിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ്റെ പരാതി ചേട്ടൻ്റെ പുള്ളി ഒന്ന് എൻ്റെ പാർട്ടിപ്പെട്ട ആളുകളില്ല എന്ന് പറയാം. അപ്പൊ ചോദിച്ചു, ചേട്ടൻ്റെ പാർട്ടിപ്പെട്ട ആളുകൾ ഈ അസോസിയേഷനിലുണ്ടോ? ഉണ്ട്, അസോസിയേഷനിലുണ്ട്. അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ലേ? അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് പൊതുയോഗത്തിൽ വരണ്ടാന്ന് നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എഴുതിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവർ വന്നിട്ടില്ല? അപ്പൊ പൊതുയോഗത്തിൽ വെച്ചാൽ തെരഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ പോയി തെരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അവർ വരാതിരുന്ന പൊതുയോഗത്തിന്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ? അത് ശരി, അവരുടെ കുഴപ്പമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് സ്വാഗതം പറയുന്നത്, അധ്യക്ഷൻ ഇരിക്കുന്നത്, ആശംസ പറയുന്നത്, നന്ദി പറയുന്നത് ഒക്കെ ഇവരായിരിക്കും. 2 വർഷത്തേക്ക് ഇവരെ സഹിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം നിങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് വേറെ പറയണം, എനിക്കൊരു പരാതി പറയാനെന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് ഭയങ്കര രസകരമായ സംഭവങ്ങൾ ഒരു സ്ഥലത്തിൽ വേണ്ടോ? വേറെ സ്ഥലത്ത് നിന്ന് ഒരാൾ പറയണം, എനിക്കൊരു പരാതി പറയാനെന്ന് പറയും. അപ്പം എന്താ പരാതി? അല്ല, എനിക്ക് അസോസിയേഷനെ കുറിച്ചാണ് പറയാം. നിങ്ങൾ എട്രാക്കിൻ്റെ ആളല്ലെന്ന് ചോദിക്കും. അസോസിയേഷനെ കുറിച്ച പരാതി എന്ന് പറയാം. നമ്മൾ സോറി, എനിക്ക് അസോസിയേഷനെ കുറിച്ചുള്ള പരാതി എന്നോട് നേരിട്ട് പറയാൻ പറ്റില്ല. കാരണം എട്രാക്ക് എന്ന് പറയുന്ന അസോസിയേഷന്റെ ഒരു ചങ്ങാതിയാണ്, അല്ലാണ്ട് അതിന് ഭരിക്കുന്ന സംഘടനയല്ല. അസോസിയേഷന്റെ ചങ്ങാതി, അതായത് അഫിലിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിലയിരുത്തുന്ന അസോസിയേഷന്റെ ചങ്ങാതിമാരെ ഞങ്ങൾ പറയുന്നത്. അവർക്ക് പ്രശ്നം വന്നാൽ വിളിച്ച് ഞങ്ങൾ പോകും. അല്ലാതെ ഞങ്ങളവിടെ ചെന്നിട്ട് അധികാരം ഒരിക്കലും ഉപയോഗിക്കാറില്ല. സെക്രട്ടറിയുടെ പ്രസിഡന്റൊക്കെ ചോദിച്ചു, ഇന്നേ വരെ ഞങ്ങൾ ഒരു സ്ഥലത്തുണ്ട് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അവർ വിളിച്ചാൽ ഞങ്ങൾ വരും, വിളിച്ചില്ലേ വരില്ല. അത്രയേ ഉള്ളൂ. ഇതുവരെ ഏതെല്ലാം കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ വിളിച്ചിട്ട് വന്നേക്കണം. ഇവിടെ പോലും ഞങ്ങൾ വിളിച്ചിട്ട് വന്നേക്കണം. അപ്പോൾ ഞങ്ങൾ ചങ്ങാതിമാരാണ്. അപ്പോൾ നിങ്ങളൊരു പ്രശ്നം ഇടപെടാൻ പറ്റില്ലേ? പ്രശ്നം ഇടപെടണമെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ആവശ്യപ്പെടേണ്ട ഇടപെടാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയണം. അപ്പോൾ ചേട്ടൻ്റെ പരാതി അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചാർന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ അറിയിച്ചിട്ടില്ല. പ്രസിഡന്റ് അറിയിച്ചു? ഇല്ല, അറിയിച്ചല്ല. കമ്മിറ്റികൾ അറിയിച്ചു? ഇല്ല, അറിയിച്ചല്ല. അതുവരെ അറിയിക്കാത്ത? അല്ല, എനിക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് തുറന്നു ഇടണം, അതിൽ പരാതി ഇടണം എന്ന് പറയാം. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയിട്ട് കിടക്കാണ്, എനിക്ക് പരാതി ഇടാൻ പറ്റില്ല എന്ന് പറയാം. ഏത് കമ്മിറ്റിയിൽ 10-25 പേരുണ്ട്, ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടൊന്ന് പരാതി ഉണ്ടെന്ന് പറയാം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ വാർഡ് മെമ്പർമാരുണ്ടല്ലോ, ഈ വാർഡ് മെമ്പർമാർക്ക് നമ്മൾ മാസം ശമ്പളം കൊടുക്കുന്നുണ്ട്. ശമ്പളം കൊടുക്കണ്ടെങ്കിലും അതിന്റെ 10 ഇരട്ടി അവർക്ക് ചിലവാകുന്നുണ്ട് അല്ലേ? അങ്ങോട്ട് ചിലവാകുന്നുണ്ട്. പക്ഷെ പറയാം ശമ്പളം കൊടുക്കണ്ടെന്ന് പറയാം. ഈ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങളില്ലേ, ഇവർക്ക് നമ്മൾ ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. ചേട്ടൻ കണ്ടതിൽ അവിടെ വെച്ചിട്ട് നമ്മൾ നിർബന്ധിച്ചാണ് ഇവരെ ആക്കിയേക്കണം. സെക്രട്ടറി പ്രസിഡന്റൊക്കെ പലരും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആക്കിയേക്കാം. നമ്മൾ ശമ്പളത്തിന് വെച്ചേക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ആ ഒരു പരിഗണന ആദ്യം തന്നെ നമ്മൾ കൊടുക്കണം. അവർക്കും കുടുംബമുണ്ട്, അവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാണ്. അവർ വീടുകൾ മുഴുവൻ നോട്ടീസ് കൊടുക്കാൻ നടക്കാണ്, റോഡ് ക്ലീൻ ചെയ്ത് നടക്കണം, ഒക്കെ നടക്കാണ്. അവർക്ക് ആ സമയം കൊണ്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചാൽ മതി. ആ സമയം മാറ്റി വെച്ചിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. അപ്പോൾ ഒരു മിനിമം മര്യാദ എന്താ കാണിക്കണമെന്ന് പറയും. ആ സെക്രട്ടറിനെയോ പ്രസിഡന്റിനെയോ വിളിച്ചിട്ട് നിങ്ങളുടെ പരാതി ആയി തന്നെ പറയാം, അതെനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറയാം. ആ പ്രശ്നം പറഞ്ഞിട്ട് അത് പരിഹരിക്കപ്പെടുന്നില്ലേ, രേഖാമൂലം പരാതി കൊടുക്കുക. രേഖാമൂലം പരാതി കൊടുത്തിട്ട് നടപടിയായില്ലെങ്കിൽ ചേട്ടൻ കിടക്ക് പോരെ, എട്രാക്കിലേക്ക് പോരെ. അതൊക്കെയല്ല ചേട്ടന് മര്യാദ എന്ന് പറയാം. അഡ്മിൻ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ശരിയാവണം. എങ്ങനെ നമുക്ക് അഭിപ്രായങ്ങൾ പറയണമെന്ന് ചോദിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചേട്ടാ, ഈ പഞ്ചായത്തിൽ 16 വാർഡുകളുണ്ട്, ഇപ്പൊ 18. ഈ 16 വാർഡുകളിൽ 90% വാർഡുകളും അഡ്മിൻ ഓൺലിയാണ്. അഡ്മിൻ ഓൺലി. എൻ്റെ വാർഡിലടക്കം വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാണ്.
എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാർഡ് മെമ്പറെ വിളിച്ച് ചോദിക്കാൻ പാടില്ലേ? എൻ്റെ വാർഡ് മെമ്പർ എനിക്ക് കുറച്ച് പരാതി പറയുന്നുണ്ട്, ആ ഗ്രൂപ്പ് കൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പർ എന്ത് മറുപടി പറയുമെന്ന് പറയാമോ? ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പൊന്ന് വിനയ, ഞാൻ 24 മണിക്കൂറും സേവന പ്രവർത്തനം നടത്തുന്ന ആളാണ്. 24 മണിക്കൂറും വിനയൻ എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തു. എന്ത് പരാതി ഉണ്ടെങ്കിലും വിനയൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പരിഹരിച്ചു തരാം. എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തോ, അല്ലാണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നിട്ടല്ല നിന്റെ പരാതി പറയുന്നത്. മെമ്പർ എന്നോട് പറയുന്നത് ഈ മെമ്പർ എടുത്ത് ഞാൻ പറയുകയാണ്. ശരിയാണോ തെറ്റാണോ? ഇത്രേ ഉള്ളൂ. പരാതി ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ തിരിച്ചു പോവാ, അവരോട് നേരിട്ട് മുഖത്തോട് മുഖം നോക്കി പറയാ. അങ്ങനെ തീർക്കണ്ടേ, അല്ലാണ്ട് നാട്ടുകാർ മുഴുവൻ അറിയിച്ചിട്ടല്ല തീർക്കണ്ടേ എന്ന് ഞാൻ പറഞ്ഞു. ഒരു മിനിമം മര്യാദ കാണിക്കണം. അവർ നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പല കുടുംബങ്ങളിലും അവസാനം താങ്ങാൻ പറ്റാണ്ട് പരിപാടി നിർത്താൻ പറയും അവരുടെ അടുത്ത്. നശിക്കുന്ന സംഘടനയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണ് ചേട്ടൻ ചെയ്യേണ്ടത്, ഈ പരാതി കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർ സൈകിട്ട് ആക്കിയതായിരിക്കും. പലപ്പോഴും പലരും ഒരു സെക്രട്ടറിയോടോ പ്രസിഡന്റിനോട് വിളിച്ചു പറയേണ്ട കാര്യം നേരെ ഗ്രൂപ്പിൽ കൊണ്ടു നടക്കും. പിന്നെ തമ്മിലടി നടക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ സെക്രട്ടറിക്ക് നേരം വിളക്കുമ്പോൾ ഈ സാധനം തുറന്നിരിക്കണം, ഇന്ന് വല്ലതും വരണ്ടാവും, മറുപടി ഉടമ്പൊന്നുമില്ല, വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അഡ്മിൻ ഓൺലി ആക്കുന്നത്. പക്ഷേ എട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം അസോസിയേഷനുകൾക്ക് ഒരു ബൈലോ കൊടുത്തിട്ടുണ്ട്. ഈ ബൈലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മിറ്റിക്ക് അത് കൂട്ടണം തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അഡ്മിൻ ഓൺലി ആക്കാം. അത് തുറക്കുകയോ അടക്കുകയോ എല്ലാം സെക്രട്ടറിയുടെ വിവേചനാധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും ആവട്ടെ, ചേട്ടൻ്റെ പരാതി എന്താണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പരാതി എന്ന് വെച്ചാൽ ഇവർ സേവനവാരം വെച്ച്, ഗാന്ധി ജയന്തിക്ക് സേവനവാരം വെച്ച് ഇവർ ഈ കംപ്ലീറ്റ് വഴികൾ ഇവർ ക്ലീൻ ചെയ്ത്. അപ്പം ആരാ? ഹിന്ദിക്കാരാണോ? അല്ല, കമ്മിറ്റിക്കാർ വാക്കത്തേക്കിട്ട് കംപ്ലീറ്റ് വഴി ക്ലീൻ ചെയ്ത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് കണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ മുമ്പ് ശ്രദ്ധിക്കഴിഞ്ഞപ്പോൾ ചുമ്മാ അങ്ങോട്ട് തുപ്പിച്ചിട്ടൊറ്റ പോകും. ചുമ്മാ അങ്ങോട്ട് തുപ്പിച്ചിട്ടൊറ്റ പോകും. അപ്പം ഞാനാരാ? ഞാൻ 300 രൂപ വർഷത്തിൽ വാർഷിക വെച്ചെങ്കിൽ കിടക്കുന്ന ആളാണ്. ഇത്രയും വഴികൾ അവർ ക്ലീൻ ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു പറയുന്നത് 6 മണിയായി ചേട്ടാ, അതുകൊണ്ട് ചേട്ടാ ഞങ്ങൾ കുടുംബത്തിൽ പോകണ്ടേന്ന് പറഞ്ഞു പറയാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ വേണ്ടേ? പോട്ടെ, ഞാൻ വെച്ച് നാളെ വന്ന് വെട്ടുമായിരിക്കും. പിറ്റേ ദിവസം വന്നില്ല. അപ്പോൾ എല്ലാ വീടും എൻ്റെ വീടിൻ്റെ ഉമ്മറ മാത്രം അങ്ങനെ കിടക്കട്ടെ അല്ലേ? അപ്പം ഞാൻ ഈ 300 രൂപ എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ്റെ ഉള്ളിൽ വാക്കത്തി ഉണ്ടോ? അപ്പോൾ വാക്കത്തി ഉണ്ട്. അരിവാളുണ്ടോ? അരിവാളുണ്ട്. തൂമ്പയുണ്ട്. ചേട്ടൻ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണോ? അപ്പം നല്ല ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് എവിടെ ഉപയോഗിക്കാനാണ്? വീടിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനാണോ പുറത്ത് മാത്രം ഉപയോഗിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചോണ്ടെന്ന് ചോദിച്ചു. ഇല്ല, പുറത്ത് ഉപയോഗിക്കാൻ പറ്റും. പുറത്തും ഉപയോഗിക്കാൻ പറ്റുമല്ലേ? ചേട്ടന് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ്. അവർ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ മാത്രം, ശമ്പളം കൊടുക്കുന്നില്ല. അവർ നമ്മളെപ്പോലെ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ചേട്ടന് ഒരു അരിവാളെടുത്ത് അവരുടെ ഒപ്പം ഇറങ്ങായിരുന്നു, ഒരു വാക്കത്തെടുത്ത് അവരുടെ ഒപ്പം ഇറങ്ങായിരുന്നു, എല്ലാ വഴികളും വെട്ടിക്കൊടുക്കായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു അസോസിയേഷനിൽ പുല്ല് വെട്ടുന്ന സമയത്ത് സ്വന്തം മെഷീൻ വിട്ടുകൊടുത്ത ആളുണ്ട്. മെഷീനും പണിക്കാരും വിട്ടുകൊടുത്ത നമ്മുടെ ഒരുമ അസോസിയേഷനിൽ അതുവരെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചേട്ടൻ ഉമ്മറം വെട്ടാൻ വേണ്ടി വേറെ വന്നിരിക്കും നോക്കിക്കാണെന്ന് വെച്ചു. സന്നദ്ധ പ്രവർത്തനം അതല്ല ചേട്ടാ. ഒരു കമ്മിറ്റിനെ ഏൽപ്പിച്ചു മൊത്തം പണി അവരെടുക്കട്ടെ എന്ന് പറയണല്ല സന്നദ്ധ പ്രവർത്തനം. കമ്മിറ്റിക്കാർ മൊത്തം പണി എടുക്കട്ടെ, ഞങ്ങൾ കുറെ ചീത്ത പറയുന്നത് അതൊക്കെ കേൾക്കട്ടെ. ചില ആളുകളുണ്ട് സെക്രട്ടറി എന്ത് പണിയെടുക്കണം, സെക്രട്ടറി എന്ത് തെറ്റിയാണ് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല സന്നദ്ധ പ്രവർത്തനം. സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഇവർ നമ്മളിൽ ഒരാൾ മാത്രമാണ്. അവരെന്തെല്ലാണോ ചെയ്യണം നമ്മളും അവരുടെ കൂടെ നിന്ന് ചെയ്യണം. ഒരു നാട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം ഇറങ്ങണം. അപ്പോഴാണത് ഒറ്റക്കെട്ടായിട്ട് മാറുള്ളൂ. പലരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കമ്മിറ്റി ഏൽപ്പിച്ച മൊത്തം പണി അവരെടുക്കട്ടെ, ഞങ്ങൾ കാഴ്ചക്കാരെത്തിക്കട്ടെ. ഇവിടെ അറേഞ്ച്മെന്റ് ഇപ്പൊ നിങ്ങളിവിടെ അറേഞ്ച്മെന്റ് നടന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവർ ക്ലീൻ ചെയ്യട്ടെ, ഇവർ തൂക്കട്ടെ, ഇവരത് ചെയ്യട്ടെ, ഞങ്ങളിവിടെ സമയം വരാം. എന്തുകൊണ്ട് നമുക്കും കൂടി ചെയ്തുകൂടാ? ഇത് നമ്മുടെ പരിപാടിയല്ലേ ഇത്? അല്ലെങ്കിൽ നമ്മൾ മാസം ശമ്പളം കൊടുത്ത് നിർത്തിയാണ് ആളെ പോട്ടെ. നമ്മുടെ പരിപാടിയാണ്. ആ ലെവലിലേക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ വാട്സപ്പ്, രാഷ്ട്രീയം, ഇത് രണ്ടും നാടിൻ്റെ അനുഗ്രഹമാണ്. പക്ഷെ അത് രണ്ടും തെറ്റായിട്ട് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാപമായിട്ട് മാറും. ഇനി അടുത്തത് നമ്മുടെ ഒരുമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. 6 മാസമായിട്ട് രൂപീകരിച്ചിട്ട് 7 പരിപാടികൾ നടത്തിയൊരു അസോസിയേഷനാണ്. 1 മെഡിക്കൽ ക്യാമ്പ്, 2 കുടുംബ സംഗമം, 3 ഗാന്ധിജിയുടെ സേവനം, അത് നാട് മൊത്തം ക്ലീൻ ചെയ്തവർ, 4ാമത്തത് വനിതാ കമ്മിറ്റി രൂപീകരണം, 5ാമത്തത് യൂത്ത് കമ്മിറ്റി രൂപീകരണം അല്ലേ. പിന്നെ അടുത്തത് എന്താണ്, ലഹരി വിരുദ്ധ റാലി. ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷം. 7 പരിപാടികൾ 6 മാസം കൊണ്ട് നടത്തിയ ഒരു അസോസിയേഷൻ നിലവിൽ പഞ്ചായത്തിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനേക്കാളും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ 20, 18 അല്ലെങ്കിൽ 19 അംഗ കമ്മിറ്റികൾ രാവും പകലും എല്ലുമുറിയെ പണിയെടുക്കുകയാണ്. അതിന് വേറെ വാക്കില്ല, മറുവാക്കില്ല. അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഈ കൂപ്പൺ നറുക്കെടുപ്പിന് തന്നെ എത്ര നാളായെന്നറിയുമ്പോൾ രാവും പോലും പണിയെടുക്കണോ?
ഊണിൽ ഉറക്കത്തിൽ ഇത് തന്നെ അവരുടെ ചിന്ത. ഇതെങ്ങനെ മെച്ചപ്പെടുന്ന രാത്രി 12 മണി 1 മണി വരെ ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇരിക്കുന്ന ഒരാൾ കൂപ്പണം പിടിച്ചുകൊണ്ട് മുമ്പ് തന്നെ ഇത് പറയുമ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു മനുഷ്യരാണ് നമ്മളെ പോലെ. അപ്പൊ അവര് ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്റെ പൊന്നെ, എന്റെ ട്രാക്ക് മേഖല കമ്മിൽ ഭയങ്കര ചർച്ചയാണ് ഇവിടെ. ഇത് എങ്ങനെ സംഭവിക്കണേന്ന് സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാല് ഇവിടെ കണ്ടൊരു നന്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേഖല എന്തിനാണ് എട്രാക്ക് എന്നുള്ള ചോദ്യം പലപ്പോഴും വരും. എട്രാക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മേൽ കമ്മിറ്റിയുടെ ആവശ്യം എന്തിനാണ്? ഒരു അസോസിയേഷൻ രൂപീകരിച്ച് കഴിയുമ്പോൾ പലപ്പോഴും തുടക്കത്തിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, ചില മണ്ടത്തരങ്ങൾ എന്ന് പറയാം, ചില അറിവില്ലായ്മ. ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കടമ. ഇത് അങ്ങനെ ചെയ്താൽ ഇന്ന രീതിയിൽ മിസ്റ്റേക്ക് വരും, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന നല്ലതായിരിക്കും എന്നുള്ള ഞങ്ങളുടെ ആദ്യത്തെ കടമ. രണ്ടാമത് ഓരോ പദ്ധതികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അന്ന് രൂപീകരണ സമയത്ത് പറഞ്ഞാണ് വനിതാ കമ്മിറ്റി അത് രൂപീകരിച്ചപ്പോൾ അത് യാഥാർത്ഥ്യം കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. കാരണം വനിതാ കമ്മിറ്റി വളരെ സ്ട്രോങ് ആണ്. യൂത്ത് കമ്മിറ്റി രൂപീകരണം ഇതുപോലെ പറഞ്ഞൊരു പദ്ധതിയാണ്, വിജയിച്ചു, വൻ വിജയമാണ്. അതുപോലെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ വന്നപ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു, അസോസിയേഷൻ കൂടുന്നു, വിജയിച്ചു. ലഹരി വിരുദ്ധ റാലി ഉടനെ തന്നെ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു, വിജയിച്ചു, സംയുക്തമായിട്ട് ചെയ്തു. ഇതെല്ലാം ഈ അസോസിയേഷന്റെ മാത്രം മിടുക്കാണ്. മേൽ കമ്മിറ്റി ഒന്ന് അവതരിപ്പിക്കുന്നത് മാത്രം. പക്ഷെ ഇവർക്ക് വേറൊരു കാര്യം ചെയ്യായിരുന്നു. ഇവരാരും ഞങ്ങളെ വന്ന് ഭരിക്കാൻ, ഞങ്ങളിവിടെ കുറച്ച് നാട്ടിൽ കുറച്ച് ആൾക്കാരില്ല, ഇവരെന്തിനാ പുറമേ നിന്ന് ഇവിടെ എന്ന് പറയണേ? ഇവരവരെ നാട്ടിൽ പോയി ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വേണമെങ്കിൽ ഈഗോ എടുക്കാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ എന്ത് കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അത് നല്ലതാണെങ്കിൽ നടപ്പിലാക്കാൻ നടക്കുന്ന കുറച്ച് വ്യക്തിത്വമുള്ള ഒരു കൂട്ടമാണ് ഇവർ. യാതൊരു ഈഗോ ഇല്ലാതെ അത് വലിയവനാണോ ചെറിയവനാണോ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമോ, അവർ ചെയ്താൽ അവർക്ക് ക്രെഡിറ്റ് പോകുമോ, ഇതൊന്നും ചിന്തിക്കാതെ നാടിന്റെ നന്മയെ മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന് നല്ലൊരു കയ്യടി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ലഹരി വിരുദ്ധ റാലി നമ്മൾ നടത്തി. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയൊരു പരിപാടി ഞങ്ങൾ നടക്കും. ലഹരി വിരുദ്ധ റാലി, ലഹരിയുടെ ഒരു അതിപ്രസരമുണ്ട്. തച്ചപ്പള്ളി കവലയിലടക്കം വൻ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മളതിൻ്റെ ഒരു ആലോചനയാകാൻ വെച്ചു. ആലോചനയിൽ സജീവമായിട്ട് എല്ലാ കമ്മിറ്റികളും പങ്കെടുത്തു. പക്ഷെ അപ്പോഴും ഈ റാലി വെക്കുമ്പോൾ ആളുകൾ വരുമെന്ന് സത്യം പറഞ്ഞാൽ ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. ആള് വന്നില്ലെങ്കിൽ എന്താവും? ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ 100-250 ആൾക്കാരായിട്ട് വന്നിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ മലവെള്ളപ്പാച്ചിലിനെ തോർത്തോണ്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ, പെൺകുട്ടികള്, കൊച്ചുമക്കള്, യുവാക്കളൊക്കെ വാശിയോടെയാണ് മുദ്രാവാക്യം വിളിച്ചത്. പെൺകുട്ടികള്, സ്ത്രീകള് വാശിയോടെ മുദ്രാവാക്യം വിളിച്ചാൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, യൂത്ത് പ്രസിഡന്റ്. അപ്പൊ അതൊക്കെ വീഡിയോ എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇവരെ ഏറ്റെടുത്ത് ഈ പ്രശ്നം, ഈ നാടിന്റെ പ്രശ്നം ഏറ്റെടുത്തു. അതിനുശേഷം ഇവർ ചെയ്തതെന്ന് വെച്ചാല് ഇത് ചെയ്യുന്ന ആളുകളെ പോയി കണ്ടു, സംസാരിച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞു. അവരും സ്വയം പിന്മാറി. ഒരു നാടിന്റെ മുഖച്ഛായ അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. ഒറ്റയടിക്ക് നാടിന്റെ മുഖച്ഛായ അങ്ങോട്ട് മാറി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് നടന്നതിന് ശേഷം ഞാൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വേറെ നാട് പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ലഹരി വിരുദ്ധ റാലിയൊക്കെ നടന്നായിട്ട് അറിഞ്ഞു. പക്ഷെ നോക്കിയോ, അത് വീണ്ടും തിരിച്ചു വരും എന്ന് പറയാം. അത് തിരിച്ചു വരും. അവൻ്റെ പൊന്നുവിനെ ഞങ്ങൾ വെല്ലപ്പോഴൊക്കെ വെള്ളം അടിക്കണമെന്നുണ്ട് പോയി അടിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഉണ്ടോ, നീ കൂടി മുട്ടിക്കില്ലേ എന്ന് പറയാം. പച്ചയ്ക്ക് പറയാം. എല്ലപ്പോഴും വെള്ളം അടിക്കാൻ പോയി അടിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഉണ്ടോ, നീ അത് മുട്ടിച്ചില്ലേ എന്ന് പറയാം. നോക്കി ഉടനെ തിരിച്ചു വരും എന്ന് പറയാം. എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി, വാശിയും തോന്നി. കാരണം ഒരു നാടാണ്, എൻ്റെ തൊട്ടിപ്പുറത്തിറങ്ങുന്ന നാട്. ഈ നാട് മദ്യത്തിനുള്ള സ്ഥലമോ, ആർക്കും ഓപ്പണായിട്ടൊന്നും വെള്ളമടിക്കാനുള്ള സ്ഥലമോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു, ഇതിൽ ഇനി ഈ നാട്ടിൽ ഇനി ഒരിക്കലും ഇത് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയിട്ട് ഒരുമ ശക്തമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് പോകാൻ വഴി എന്താണ്? ഇപ്പൊ ഈ കമ്മിറ്റി ശക്തമാണ്. ഈ കമ്മിറ്റി ശക്തമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പിന്മാറും. പക്ഷെ ഒരു കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തിരിച്ചു വരാം. അവിടെയാണ് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് CCTV ക്യാമറകളുടെ പ്രാധാന്യം വരുന്നത്. ഞാൻ ചെയ്യുന്നത് വേറെ ആൾ കാണുന്നുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവനത് ചെയ്യില്ല. ഞാൻ ചെയ്യുന്നത് വേറെ ആൾ കാണുന്ന ഉറപ്പ് വന്നാൽ അവനെ ചെയ്യില്ല. ചുവര സ്കൂളിൽ നിന്ന് MLA റോഡ് കണ്ടുണ്ടോ? ചുവര സ്കൂളിൽ നിന്ന് ശ്രീപുരത്തേക്ക് പോകുമ്പോൾ ഞാൻ ആ വഴിയിലാണ് താമസിക്കുന്നത്. ആ വഴിയിൽ ചുവര സ്കൂളിലേക്ക് വരുന്ന പെൺകുട്ടികൾ പണ്ടൊക്കെ പുറകോട്ട് തിരിഞ്ഞടക്കമുള്ളവരുന്നു. കാരണം എന്നറിയോ, ചില ഞരമ്പ് രോഗികൾ ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കാത്തു ഇവിടെ പെൺകുട്ടികളെ കയറി പിടിക്കും. പല പോലീസ് കേസുകളുണ്ടായിട്ട് പിടിക്കാൻ പറ്റിയുള്ളൂ. നമുക്കൊക്കെ സങ്കടം തോന്നിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അതുപോലെ തന്നെ അവിടെ വേസ്റ്റിന്റെ കൂമ്പാരായിരുന്നു. അവിടെ വേസ്റ്റ് തള്ളിക്കൊണ്ടുപോകുന്നതിന്റെ മെയിൻ ഏരിയ ആയിരുന്നു. ആർക്കും വേസ്റ്റ് ഇടേണ്ടി വേസ്റ്റ് ഇട്ട് പോവാം. പക്ഷെ 2018 നമ്മൾ മുൻകൈ എടുത്ത് CCTV ക്യാമറ വെച്ചു. ഒരു 5 ടീമിന്റെ അടുത്ത് കൊട്ടേഷൻ പഠിച്ചിട്ട് ചെയ്ത. കൊട്ടേഷൻ പഠിച്ചു, നന്നായിട്ട് പഠിച്ച് അത് വെച്ചതിന് ശേഷം അത് വൻ വിജയമായിട്ട് മാറി. അതിനുശേഷം വേസ്റ്റ് ഇടുന്നവരെ വീഡിയോ എടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ വാരിക്കുമായിരുന്നു ഞങ്ങൾ.
വേസ്റ്റ് എടുക്കുന്നൊരു വീഡിയോ എടുക്കണ്ട, അവരെ കൊണ്ട് വായിരിക്കും, എന്നിട്ട് ആ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിലേക്ക് വിടും, എന്നിട്ട് അവരെ കൊണ്ട് ഫൈൻ അടപ്പിക്കും. സ്ഥിരം വീഡിയോ എടുക്കില്ല, അവസാനം പേടിയായി മുട്ടുകൂട്ടിടിക്കാൻ തുടങ്ങി. പെൺകുട്ടികൾക്ക് രാത്രിന്നോ പകലെന്നോ പേടിയില്ലാണ്ട് അതിൽ കൂടെ നടക്കാൻ പറ്റുന്ന രീതിയിലായി, വേസ്റ്റ് ഇടാൻ പേടിയായി. ആ രീതിയിലേക്ക് ഒരു നാട് മാറി, ആ രീതിയിലേക്ക് ഇവിടെയും മാറണം. ഇവിടെ ഒരുത്തൻ ഇനി മദ്യം വിൽക്കാൻ, ലഹരി ഉപയോഗിക്കാൻ പേടിക്കണം. എന്നെ ഒരുത്തൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതിനുള്ള വഴിയാണ് CCTV ക്യാമറ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള ഇപ്പം ഞാനത് നമ്മുടെ മാത്രം പ്രൊജക്റ്റ് അല്ല, നമ്മൾ കാലടി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം കൂടി 15 അംഗ കമ്മിറ്റി തിരഞ്ഞെടുത്തു, ജാഗ്രതാ കമ്മിറ്റി. അതിലൊരു അംഗം കൂടിയാണ് ഞാൻ. നമുക്ക് തന്നെ കർശനമായ നിർദ്ദേശമാണ്, എല്ലാ അസോസിയേഷനിലും എത്രയും പെട്ടെന്ന് തന്നെ CCTV ക്യാമറ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് നാട് പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് മുൻകൈ എടുത്തത്. ഇവിടെ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വന്നു, അതിൻ്റെ കൊട്ടേഷനൊക്കെ എടുത്തു. ഇനിയും മാക്സിമം ടീമുകളുടെ കൊട്ടേഷൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് അവതരിപ്പിക്കും, നിങ്ങളുടെ മുന്നിൽ അത് വരും. വരുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അത് വളരെ ചെറിയ കോസ്റ്റ് തീരുന്നൊരു പരിപാടിയാണ്. ഈ കമ്മിറ്റി ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കും, ലഹരി വിരുദ്ധ റാലി ഓർത്ത് വയ്ക്കും, ന്യൂ ഇയർ പരിപാടി ഓർത്ത് വയ്ക്കും, ഓണാവസം ഓർത്ത് വയ്ക്കും, എല്ലാം ഓർത്ത് വയ്ക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ ഒരിക്കലും മറക്കാത്തൊരു സാധനമുണ്ട്, നമ്മുടെ നാടിനെ സുരക്ഷാ കവചത്തിൽ എത്തിച്ചാൽ അത് ഒരിക്കലും മറക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അഭ്യർത്ഥന. അപ്പൊ ഇത് വെറുതെ വെച്ചിട്ട് പോവാത്രല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നേട്ടോ, വെറുതെ വെച്ചിട്ട് പോവല്ല, നമ്മൾ അതിനുവേണ്ടി ഒരു ആളെ വെക്കുന്നുണ്ട്. ഈ ക്യാമറ വെച്ചതിന് ശേഷം ഈ ആളായിരിക്കും ഈ ക്യാമറ ഡെയിലി ചെക്ക് ചെയ്യുന്നത്. ഇത് പ്രവർത്തിക്കുന്നു ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റ് അപ്പം തന്നെ ആ ആൾ ടെക്നീഷ്യൻ വെച്ച് ശരിയാക്കിക്കും. അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ ആ ആൾ വന്നിട്ട് പരിശോധിച്ച് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വർഷങ്ങളോളം അത് തുടർന്ന് പോകണം, അല്ലാണ്ട് വെറുതെ കൊണ്ട് വെച്ച് ഇല്ലാണ്ടാവുകയെന്നല്ല. പഞ്ചായത്തിലെ എട്രാക്കിന്റെ കീഴിലുള്ള എല്ലാ അസോസിയേഷനും ഇതുപോലെ ക്യാമറകൾ വെക്കാനും വെച്ചതിന് ശേഷം അത് എട്രാക്ക് ഒരാളെ വെച്ച് സൂപ്പർവൈസ് ചെയ്യുന്ന രീതിയിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ഒരു വാശിപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊടുക്കും. എന്തായാലും കൂടുതലായിട്ടും പറയുന്നില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് കുറച്ച് ഓവറായിട്ട് തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ കടമയാണ് സംഘടനയെ കുറിച്ച് പറയാന്നുള്ളത്. അപ്പോൾ എനിക്ക് വീണ്ടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിക്കുള്ള ആത്മാർത്ഥത ഇവർക്ക് കാണിക്കാൻ പറ്റൂല. ഇതിൻ്റെ ആത്മാർത്ഥത മാക്സിമം ഇവർ കാണിക്കുന്നുണ്ട്, ഇവരുടെ മാക്സിമം സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ പരാതികളോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് കമ്മിറ്റി അംഗങ്ങളെയോ സെക്രട്ടറി പ്രസിഡന്റ് നിർബന്ധമായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് അറിയിക്കാം. ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പരാതികളുണ്ടെന്ന് പറയും, അവർ തീർച്ചയായിട്ടും പരിഹരിക്കും. അല്ലാതെ പരസ്പരം സംസാരിച്ച് ഒരിക്കലും നമ്മുടെ സംഘടനയെ നാണം കെടുത്താതിരിക്കുക. പല നാട്ടിലുള്ള വിഷയമാണ്, എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നാട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്വാഭാവികമായിട്ടും യേശു ക്രിസ്തുവിൻ്റെയോ മുഹമ്മദ് നബിയുടെയോ ശ്രീനാരായണ ഗുരുദേവൻ്റെയോ പുനരവതാരമായിട്ടുള്ള ആളുകളല്ല കമ്മിറ്റിയിലിരിക്കുന്നത്, സാധാരണ മനുഷ്യന്മാരാണ്. അവർക്കും മിസ്റ്റേക്കുകൾ പറ്റും, അവർക്കും ചില മണ്ടത്തരങ്ങൾ പറ്റും. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് ഒന്ന് അറിയിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ടല്ലോ, ഒരു ഓഡിയോ ഇടാം, ഇന്ന സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ നേരിട്ട് കാണാം. ഇതിനെയാണ് ഒരുമ എന്ന് പറയുന്നത്. അല്ലാതെ പേര് മാത്രമല്ല, ഒരുമ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതെൻ്റെ സഹോദരനാണെന്ന് ചിന്തിക്കണം. ഇത് എനിക്ക് വേണ്ടിയുള്ള സംഘടനയെന്ന് മനസ്സിലാക്കണം. ഈ സംഘടന നന്നായി കിടന്നാൽ എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാക്കണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും എട്രാക്ക് ശ്രീമൂലം മേഖലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ മക്കൾ ഇത്ര നേരം കേട്ടുന്നവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന TK ഗോപാലൻ അവറുകൾ, ഉദ്ഘാടന കർമ്മം നടത്തുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അർഷാദ് അലി അവറുകൾ, മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗോപിനാഥൻ മാഷ്, PS വിനയൻ, സമ്മാനദാനം നൽകുവാനായി ഇവിടെ എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് VS ബൈദുള്ള, മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, സ്റ്റേറ്റ് എന്നീ തലങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും മുഖ്യതാരമായ നമ്മുടെ ഹർഷ ഫാത്തിമ, ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ മറ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കൾ, 2024 അവസാനിച്ചു. 2024 സെപ്റ്റംബർ 8-ാം തീയതിയാണ് നമ്മളുടെ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായത്. ഈ രൂപീകൃതമായതിനു ശേഷം ഈ സംഘടന ഏത് തരത്തിലാണ് മുൻപോട്ട് പോകുന്നത്, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്
എന്നതാണ് ഈ പുതുവത്സര സമയത്ത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഈ 3-ാം വാർഡിൽ പറഞ്ഞാൽ ഇത് 3ഉം 4ഉം കൂടിയുള്ള വാർഡിലെ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ 3-ാം വാർഡിൽ മാത്രമായിട്ട് ആ ഒരു വശത്ത് പുഞ്ചിരി റെസിഡൻസ് അസോസിയേഷനുണ്ട്. ഈ 2 അസോസിയേഷനുകളെയും പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പുഞ്ചിരി, ഒന്ന് ഒരുമ. ഇത് രണ്ടുമാണ് ഏതൊരു റെസിഡൻസ് അസോസിയേഷനിലും വേണ്ടത്. ഇത് തന്നെയാണ് നമ്മളുടെ മുഖ്യപ്രഭാഷകനായ ഗോപിനാഥൻ സാറ് പറഞ്ഞതും അതുപോലെ തന്നെ നമ്മളുടെ അൽസാർ പറഞ്ഞതും നമ്മുടെ വിനയൻ ഇപ്പോൾ സംസാരിച്ചതും എല്ലാം ഇത് തന്നെയാണ്. ഈ ഒരുമ വളരെയധികം സന്തോഷം തന്നെയാണ് എനിക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷനിൽ വരുമ്പോൾ. ഇന്ന് എനിക്ക് 2-3 കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അതിനൊന്നും പോകാതെ ഇവിടേക്ക് വന്നത് എനിക്ക് അത്രമാത്രം സന്തോഷമുള്ളത് കൊണ്ട് തന്നെയാണ്. എപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊക്കെ ഒരു നൂലും മുത്തുകളും ഒക്കെ ആയിട്ട് വേറെ മാറിക്കിടന്നതാണ്. അതിപ്പോൾ നമ്മൾ ഒരു നൂലിൽ കൊരുത്ത മുത്തുകൾ പോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ കാണുക, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു പേര് മാത്രം ഒരുമ എന്നിട്ടത് കൊണ്ടോ ഒരു പുഞ്ചിരി എന്നിട്ടത് കൊണ്ടൊന്നും മാത്രം കാര്യമില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികവാർന്നത് തന്നെയാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ. അത് പറയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രവർത്തന കാര്യങ്ങളിൽ ഓരോന്നും ചെയ്യുമ്പോൾ ഇതിനകത്തെ ഭാരവാഹികളുണ്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ 6 മാസം 7 മാസം കൊണ്ട് നടക്കുന്ന ഇതിനകത്ത് 7-8 പരിപാടികൾ നടന്നു എന്ന് പറയുന്നതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഒരുമയോട് കൂടി തന്നെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റെസിഡൻസ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റക്കെട്ടായി ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. ആ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് തീർന്നു പോകണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിഡൻസ് ആയാലും ഒരു കുടുംബത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇപ്പം വിനയൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്ക് നേരെ കല്ലെറിയുക എന്നതല്ല ചെയ്യേണ്ടത്. ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. ഒരുമയുണ്ടെങ്കിലും ഒലക്കയിൽ കിടക്കാമെന്ന് പറയുന്നില്ല, അതുപോലെ ശരിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ വിരൽ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചൂണ്ടാതെ നമ്മളിലേക്ക് ചൂണ്ടുക. അങ്ങനെ ചൂണ്ടുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു രീതിയിലും മറ്റുള്ളവർക്കൊരു വ്യക്തിപരമായിട്ടും മറ്റുള്ള രീതിയിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ഗ്രൂപ്പായിട്ട് ഒരു റെസിഡൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് പോകുമ്പോൾ പല വാക്വ്യത്യാസങ്ങൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന ഒരു ധാരണ ആർക്കും ഉണ്ടാകാതെ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം, ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുക. അതാണ് നമ്മൾക്ക് വേണ്ടത്. ആരെങ്കിലും എല്ലാവരും നമ്മൾ മാനസിക പരിഗണന നമുക്ക് വേണം. മാനുഷികമായ ബലഹീനതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ ബലഹീനതകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് വളരെ സൗമ്യതയോടുകൂടി പെരുമാറി പോകുന്നതാണ് നമ്മുടെ ഒരു ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരുമ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ ന്യൂ ഇയർ പരിപാടിക്ക് ഇപ്പോൾ വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ന്യൂ ഇയർ പരിപാടിക്ക് ചിലപ്പോൾ ഞാൻ രക്ഷാധികാരിയായിട്ട് ഇവിടെ ഉണ്ടാവില്ല. അപ്പം വേറെ ആരെങ്കിലും ആയിരിക്കാം വരണത്. എങ്കിലും എല്ലാം നല്ല രീതിയിൽ എന്നാര് വന്നാലും ഏത് പദവിയിൽ നിന്നാലും പദവികളൊന്നുമല്ല ഇതിനകത്ത് പ്രത്യേകത. ഓരോ അംഗങ്ങളും നിങ്ങളിൽ പെടുന്ന ഓരോ അംഗങ്ങളും ഓരോ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടും നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടും നല്ല ചിന്തകളുള്ളത് കൊണ്ടും മാത്രമാണ് ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നത്.
ഞാൻ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകളിൽ പോവുകയും മറ്റുള്ളവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ എവിടെയും പറയും ഒരുമാ റെസിഡൻസ് അസോസിയേഷൻ്റെ അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വേറെ ആരും ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിലരിൽ നിന്നും ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. മെമ്പർ അതൊക്കെ പറഞ്ഞാലും അതിനകത്തും ഉണ്ട് കല്ലുകടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ദൈവമൊന്നുമല്ല, മാനസികമായ പല പല വിഷയങ്ങളുണ്ടാവാം, അതൊക്കെ തമ്മിൽ സംസാരിച്ച് അവർ തീർത്തോളം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയുമാണെങ്കിൽ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ ഇപ്പോൾ രക്ഷാധികാരി അല്ലെങ്കിലും വേറെ ഏത് രീതിയിലായാലും എന്നായാലും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. എപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം മാത്രം പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന 2 കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ വർഷാ ഫാത്തിമ, ഞാനൊന്ന് പറഞ്ഞു, അത് ഏതെല്ലാം തലങ്ങളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളൊരു ഇത് മേടിക്കുമ്പോൾ, സമ്മാനം മേടിക്കുമ്പോൾ അത് ഏതെല്ലാം തലങ്ങളിൽ പോയിട്ടാണ് അത് കിട്ടുന്നതെന്ന് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ അർഷാദ് അലിക്കും കിട്ടിയിരിക്കുന്നത് അതൊന്ന് പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരിൽ നിന്നല്ല അത് കിട്ടുന്നത്. ഒരുപാട് നമ്മുടെ 16 വാർഡുകളിൽ നിന്നും മത്സരിച്ചിട്ടാണ് നമ്മൾക്ക് പഞ്ചായത്ത് തലത്തിൽ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാറക്കടവ് ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ പഞ്ചായത്തുകളും ചേർന്നുള്ളതിനകത്തു നിന്നാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാതലത്തിൽ നിങ്ങൾ നോക്കണം, അതുപോലെയും പോയിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് തലത്തിലേക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം, സന്തോഷിക്കാം നമ്മുടെ ഹർഷാ ഫാത്തിമയെ, അതുപോലെ തന്നെ നമ്മുടെ അർഷാദ് അലിയെയും വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി നന്ദിയോടും കൂടി ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടി ഇരിക്കാം. ഇനിയും പുതുവത്സരങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായ രീതിയിൽ ഏറ്റവും ഇതിൽ നടക്കട്ടെ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ച് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. യുവതലമുറയും അതിൻ്റെ ഭാഗമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും നമ്മളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. ഒപ്പം ഇവിടെ നടക്കുന്ന പുതുവത്സര ആഘോഷ പരിപാടിയിൽ ഞങ്ങളുടെ യൂത്ത് വിങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മുടെ അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പുതുവത്സരാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പുതുവർഷത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നാടിൻ്റെ നന്മയ്ക്കായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ആഘോഷങ്ങൾക്കും തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.